മെറിറ്റ് അക്കാദമി. ഓക്കെ മക്കളെ, നമ്മൾ 2 ക്ലാസ്സിലായിട്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. നമ്മൾ കിങ്ഡം മൊണീറ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ വായിച്ച് ഒരു സംശയവും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ കിങ്ഡം 5 കിങ്ഡത്തിൽ ആരൊക്കെയാണെന്ന് ആലോചിച്ചെന്ന് റീകോൾ ചെയ്തേ. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റ്, ലാസ്റ്റ് വൺ കിങ്ഡം ആനിമേലിയ. അപ്പോൾ നമ്മളിപ്പോൾ ഏതെത്തി മക്കളെ? കിങ്ഡം മൊണീറ എത്തി. അടുത്ത നമുക്ക് എന്ത് നോക്കണം? കിങ്ഡം പ്രോട്ടിസ്റ്റ നോക്കണം ആണല്ലോ. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എന്ന് ഓർക്കണം. എന്തൊക്കെ അറിയാം മക്കളെ നിങ്ങൾക്ക്? കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഒന്ന് ആലോചിച്ചേ. നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റ എടുത്ത സമയത്ത് NCERT-ലെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ, കിങ്ഡം പ്രോട്ടിസ്റ്റ. എന്തൊക്കെയാ മക്കളെ കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത്? പറഞ്ഞേ. കിങ്ഡം പ്രോട്ടിസ്റ്റ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോകാരിയോട്സ് ആണോ? അല്ല, അവർ യൂകാരിയോട്സ് ആണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ യൂകാരിയോട്സ് ആണ്. പിന്നെ നമ്മൾ എന്താ മക്കളെ പറഞ്ഞേ? അവര് അതായത് നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയെ എടുക്കുന്ന സമയത്ത് മക്കളെ, നമ്മളിപ്പോൾ മൊണീറയിൽ പറഞ്ഞ ഓട്ടോട്രോപ്സ്, ഹെറ്ററോട്രോപ്സ്, എന്നാൽ നമ്മൾ ഫംഗിയിൽ പറഞ്ഞ സാപ്രോഫൈറ്റ്. പക്ഷെ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു മിക്സഡ് ആണ്. കാരണം കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ എന്തുണ്ട്? എല്ലാവരും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന സമയത്ത് കിങ്ഡം പ്രോട്ടിസ്റ്റ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം മക്കളെ കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചിട്ട്? അവര് അക്വാട്ടിക് ആണ്. എന്താണ്? അക്വാട്ടിക് ആണ്. പിന്നെ എന്താ മക്കളെ? യൂണിസെല്ലുലാർ ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അക്വാട്ടിക് ആണ്, യൂണിസെല്ലുലാർ ആണ്. എന്നാൽ കിങ്ഡം പ്രോട്ടിസ്റ്റയെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫിക്സഡ് ആയിട്ട് ഓട്ടോട്രോപ്സ് ആണ്, അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് ആണ്, അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. ഇവരിൽ എല്ലാവരും വരുന്നുണ്ട്. നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ എടുക്കുന്ന സമയത്ത് അവർ ആരൊക്കെയാ മക്കളെ? ഹെറ്ററോട്രോപ്പ് ആണ്. ചില ആൾക്കാർ ഹെറ്ററോട്രോപ്സ് ആണ്, ചില ആൾക്കാർ ഓട്ടോട്രോപ്സ് ആണ്, ചില ആൾക്കാർ എന്താ മക്കളെ? സാപ്രോഫൈറ്റും ആണ്. മനസ്സിലായോ? അപ്പൊ പ്രത്യേകമായിട്ടൊരു ബൗണ്ടറിന്റെ ഉള്ളിൽ ആരും വരുന്നില്ല, നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ വരുന്നില്ല. നോക്ക് നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചിട്ട്. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്തൊക്കെയാ മക്കളെ? കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ച് ആദ്യം നമുക്കറിയാം. നമ്മൾ പറഞ്ഞു യൂണിസെല്ലുലാർ ആണ്, അക്വാട്ടിക് ആണ്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽവാൾ എന്ന് പറഞ്ഞാൽ ചിലർക്കുണ്ട്, ചിലവർക്കില്ല അല്ലെ. പണ്ട് പറഞ്ഞ പോലെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർക്കുണ്ട്, ചിലവർക്കില്ല. പിന്നെ എന്തൊക്കെയാ മക്കളെ പറഞ്ഞ? നമ്മള് ഓട്ടോട്രോപ്സ് ആണ്, ഹെറ്ററോട്രോപ്സ് ആണ്, സാപ്രോഫൈറ്റ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയെ നമുക്ക് 4, അതായത് എത്ര ക്ലാസ് ആക്കാം? 4 ക്ലാസ് അല്ല 5 ക്ലാസ് ആക്കാം. ആ 5 ക്ലാസ്സിന് വീണ്ടും ഒരു ഡിവിഷൻ നോക്കാം. കിങ്ഡം പ്രോട്ടിസ്റ്റ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 5 ക്ലാസ്. ഞാൻ ആദ്യം ഈ 5 എണ്ണത്തിന്റെ പേര് പറയാം. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോഡ് വെക്കാം. ഒന്നാമത്തത് മക്കളെ ക്രൈസോഫൈറ്റ, ഡയനോഫ്ലജെല്ലെ, യുഗ്ലിനോയിഡ്സ്, സ്ലൈമോഡ്സ് ആൻഡ് ലാസ്റ്റ് വൺ പ്രോട്ടോസോവൻസ്. ഏതൊക്കെയാ പറഞ്ഞേ? ക്രൈസോഫൈറ്റ, ഡൈനോഫ്ലജെല്ലെ, യുഗ്ലിനോയിഡ്സ്, പിന്നെ എന്താ മക്കളെ? സ്ലൈമോൾഡ് ആൻഡ് പ്രോട്ടോസോവൻസ്. എങ്ങനെയാ മക്കളെ ഇപ്പോൾ ആലോചിക്കാം നമുക്ക്? മക്കളെ പ്രോട്ടിസ്റ്റ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 5 ഗ്രൂപ്പ്. ഏതൊക്കെയാ മക്കളെ? ക്രൈസോഫൈറ്റ, ക്രൈ ചെയ്യുക, അത് ആലോചിക്കുക. ക്രൈസോഫൈറ്റ ക്രൈ ചെയ്തു. ആരാടാ ക്രൈ ചെയ്തേ? ഡയാന. ആരായി ഡയാന എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെറിയ മക്കളൊരു കാർട്ടൂൺ ഉണ്ട്, ഡയാന ആൻഡ് റോമ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയില്ല. വീട്ടിൽ ചെറിയ അനിയനും അനിയത്തിയൊക്കെ ഉള്ളവരാണ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഡയാനെ ഇതിലേക്ക് പിടിച്ചിടാം. ക്രൈസോഫൈറ്റ് ആര് ക്രൈ ചെയ്തു മക്കളെ? ഡയാന ക്രൈ ചെയ്തു. ഓക്കെ, ഡയാന ക്രൈസോഫൈറ്റ് ക്രൈ ചെയ്തു. ഡയാന എന്തിനു വേണ്ടിയിട്ടാ ക്രൈ ചെയ്ത്? ഗ്ലൂ കിട്ടാൻ വേണ്ടിയിട്ട്. നീ ഗ്ലൂ തന്നില്ല, യുഗ്ലിനോയിഡ്. പറഞ്ഞേ ക്രൈസോഫൈറ്റ, ഡയനോഫ്ലജെല്ലെ, ഗ്ലിനോയിഡ്, യുഗ്ലിനോയിഡ്. എന്തിനാടാ ഗ്ലൂ കിട്ടിയിട്ട്? നമ്മുടെ സ്ലൈം ഇല്ല, സ്ലൈം ഒരു നീട്ടി വലിക്കാൻ പറ്റുന്ന ഒരു സാധനം, ആ സ്ലൈം ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ചോദിച്ചേ. യുഗ്ലിനോയിഡ്. 4ാമത്തെ സ്ലൈം മോൾഡ്. ലാസ്റ്റ് വൺ ഏതാ മക്കളെ? പ്രോട്ടോസോവൻസ്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടെത്തണോ? ഏതൊക്കെയാണോ പറഞ്ഞേ? ക്രൈസോഫൈറ്റ് ക്രൈ ചെയ്തു. ഡയാന, ഡൈനോഫ്ലജെല്ലെ എന്തിനു വേണ്ടി? യുഗ്ലീന, അധികം ഗ്ലൂ കിട്ടാൻ, യുഗ്ലിനോയിഡ്സ്. ദെൻ എന്തിനാ ഗ്ലൂ? സ്ലൈം ഒട്ടിക്കാൻ, സ്ലൈമോഡ്സ്. ലാസ്റ്റ് വൺ പ്രോട്ടോസോവൻസ്. ഓക്കെ ആണോ? ക്രൈസോഫൈറ്റ, ഡൈനോഫ്ലജെല്ലെ, യുഗ്ലിനോയിഡ്സ്, പിന്നെ എന്താ മക്കളെ? സ്ലൈമോഡ്സ്, ലാസ്റ്റ് വൺ പ്രോട്ടോസോവൻസ്. ഈ പ്രോട്ടോസോവൻസിന് തന്നെ നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ലോക്കോമോഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോട്ടോസോവൻസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാ മക്കളെ? അമീബോയിഡ് പ്രോട്ടോസോവ, ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവ, സീലിയേറ്റഡ് പ്രോട്ടോസോവ, ലാസ്റ്റ് വൺ സ്പോറോസോവ. ഇങ്ങനെ നമ്മൾ 4ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യും. ഈ പ്രോട്ടോസോവൻസിനെ ഡിവൈഡ് ചെയ്യും.
നോക്കുക, നമുക്ക് ഓരോന്നായിട്ട് നോക്കുക. ഏതൊക്കെയാ മക്കളെ? ക്രൈസോഫൈറ്റ, ഡൈനോഫ്ലജെല്ലെ, യുഗ്ലിനോയിഡ്സ്, സ്ലൈമോയിഡ്സ്, പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫർദർ. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്രൈസോഫൈറ്റും ഡൈനോഫ്ലജെല്ലും ഈ 4-5 ആളെ ഞാനൊരു ഗ്രൂപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ആദ്യം അവരുടെ കമ്പാരിസൺ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എക്സാം വ്യൂ പോയിന്റിൽ പറഞ്ഞുതരാം. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ആദ്യം നേരത്തെ എളുപ്പമാടാൻ പഠിക്കുക, ഒരു ബുദ്ധിമുട്ടില്ല. ഈ ടേബിൾ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ആദ്യം നമ്മൾ നോക്കുന്ന സമയത്ത് മക്കളെ ഹാബിറ്റേറ്റ്. എന്താണ് ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ? എവിടെയാണ് ജീവിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോട്ടിസ്റ്റ് എവിടെയാണ് ഉണ്ടാവുക? മെയിനായിട്ട് അക്വാട്ടിക് ആണല്ലോ, അപ്പോൾ വാട്ടർ ആണല്ലോ. സോ ക്രൈസോഫൈറ്റ് എവിടെയാണ്? മറൈനിലും ഫ്രഷ് വാട്ടറിലും കാണും. എല്ലാത്തിനും മറൈൻ എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഡൈനോഫ്ലജെല്ല മറൈനിൽ കാണും. യുഗ്ലീന കാണുന്നത് നമുക്ക് സ്റ്റാഗ്നന്റ് ഫ്രഷ് വാട്ടർ. എന്താണ് സ്റ്റാഗ്നന്റ് ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ? ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ സ്റ്റാഗ്നന്റ് ഫ്രഷ് വാട്ടർ എന്ന് പറയുക. അപ്പൊ നമ്മുടെ യുഗ്ലിനോയിഡ് സ്റ്റാഗ്നന്റ് ഫ്രഷ് വാട്ടറിലാണ് കാണുന്നത്. സ്ലൈമോയിഡ് എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് വാട്ടറിലും കാണും. ഡീക്കേയിങ് മാറ്റർ. എന്താ മക്കളെ ഡീക്കേയിങ് മാറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ ഫുഡൊക്കെ അഴുകിയ സ്ഥലം ഉണ്ടാകുക, അതാണ് ഡീക്കേയിങ് മാറ്റർ, അവിടെ കാണും. കിട്ടിയോ? ഹാബിറ്റേറ്റ് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ആണ് ക്രൈസോഫൈറ്റ്. ഇത് മറൈൻ, ഇത് സ്റ്റാഗ്നന്റ് വാട്ടർ, ഇത് സ്റ്റാഗ്നന്റ് വാട്ടർ ആൻഡ് ഡീക്കേയിങ്. ഓക്കെ ആണോ? അടുത്ത നമ്മൾ നോക്കുന്ന മക്കളെ എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത് ക്രൈസോഫൈറ്റിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ ഡൈ ആറ്റംസ്. എന്താണ് ഡൈ ആറ്റം എന്ന് പറഞ്ഞാൽ? 2 ആറ്റം, അങ്ങനെ ആലോചിക്കുക. ഡൈ ആറ്റംസ് അതാണ് എന്തിന്റെ എക്സാമ്പിൾ? ക്രൈസോഫൈറ്റിന്റെ എക്സാമ്പിൾ ഡൈ ആറ്റം. അത് നമ്മൾ ഗോൾഡൻ ആൽഗെ എന്ന് കൂടെ വിളിക്കും. എന്താ വിളിക്കുക? ഗോൾഡൻ കളർ. ഡൈ ആറ്റം ഗോൾഡൻ കളർ. ദെൻ ഡൈനോഫ്ലജെല്ലെ എന്ന് പറഞ്ഞാൽ മക്കൾ അതിന്റെ എക്സാമ്പിൾ ആണ് ഗോണിയോലെക്സ്. അതായത് ഈ ഡൈനോഫ്ലജെല്ലെ എന്ന് പറഞ്ഞാൽ ഡൈനോ മീനിങ് എന്താ? 2, ഫ്ലജെല്ലെ 2 ഫ്ലജെല്ല ഉള്ളവരാണ് ഡൈനോഫ്ലജെല്ലെ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഈ ഡൈനോഫ്ലജെല്ലെ നമുക്ക് പല കളറിലും കാണാം. ചിലതിൽ ഗ്രീൻ കളർ ഉണ്ടാവും, ചിലത് റെഡ് കളർ ഉണ്ടാവും. നമുക്ക് റെഡ് കളറായിട്ടുള്ള റെഡ് ഡൈനോഫ്ലജെല്ലെയാണ് പഠിക്കാനുള്ളത്. അതിന്റെ പേരാണ് മക്കളെ ഗോണിയോലെക്സ്. യുഗ്ലിനോയിഡ്സ് എന്താ? എളുപ്പമാണ്, യുഗ്ലീന. പിന്നെ എന്താ മക്കളെ? സ്ലൈമോയിഡിന് എക്സാമ്പിൾ ആണ് ഫൈസാരം. അപ്പൊ പറഞ്ഞ ക്രൈസോഫൈറ്റ് ആണെങ്കിൽ ഡയാറ്റംസ്, അതിന് നമ്മൾ ഗോൾഡൻ ആൽഗെ എന്ന് പറയും. ഡൈനോഫ്ലജെല്ലെ ആണെങ്കിൽ ഗോണിയോലെക്സ്, അത് റെഡ് ഡൈനോഫ്ലജെല്ലെ ആണ്. യുഗ്ലിനോയിഡ് എന്ന് പറഞ്ഞ യുഗ്ലീന. ലാസ്റ്റ് ആണ് സ്ലൈമോയിഡ് എന്ന് പറഞ്ഞ ഫൈസാരം. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ സെൽ വാൾ എടുക്കുന്ന സമയത്ത് മക്കളെ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ക്രൈസോഫൈറ്റിന്റെ സെൽ വാൾ എന്ന് പറഞ്ഞാൽ സിലിക്കേഷ്യസ് ആണ്. എന്താണ് സിലിക്ക എന്ന് പറഞ്ഞാൽ? ഭയങ്കര കട്ടിയുള്ള സാധനമായിരിക്കും സിലിക്ക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ തന്നെ പറയാനുണ്ട്. അപ്പോൾ ക്രൈസോഫൈറ്റിന്റെ സെൽ വാൾ സിലിക്കേഷ്യസ് ആണ്. ബാക്കി നമ്മുടെ ഡൈനോഫ്ലജെല്ലെ സെല്ലുലോസാണ്. നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ പോലെ സെല്ലുലോസ് ആണ്. യുഗ്ലീനയ്ക്ക് പ്രത്യേകമായിട്ടൊരു സെൽ വാൾ ഇല്ല. പക്ഷെ യുഗ്ലീനയ്ക്ക് എന്തുണ്ട് മക്കളെ? പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോട്ട് PE ആണ്. പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോട്ട് ആരൊക്കെ ഉണ്ട്? നമ്മുടെ യുഗ്ലിനോയിഡ്സിനുണ്ട്. സെൽവാൾ ഒന്നുമില്ല, പക്ഷേ പെല്ലിക്കിൾ എന്ന് പറയുന്ന പ്രോട്ടീൻ കോട്ട് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് അതിങ്ങനെ മൂവ് ഒക്കെ ചെയ്യുക. ദെൻ സ്ലൈമോയിഡ്സിനും എന്തില്ല? സെൽവാൾ ഇല്ല. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് 3 എണ്ണത്തിനും കോമൺ ആയിട്ട് പറയാം. അപ്പോൾ എളുപ്പമല്ലേ? ആദ്യത്തെ എന്താ മക്കളെ? ഇത് 5 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഓർഡറിൽ പറയാം. മറൈൻ ആണ്, ഫ്രഷ് വാട്ടർ ആണ്. പിന്നെ ഡൈനോഫ്ലജെല്ലെ ആണെങ്കിൽ എന്താ മക്കളെ? മറൈൻ മാത്രമാണ്. മറ്റേത് സ്റ്റാഗ്നന്റ് ഫ്രഷ് വാട്ടർ, മറ്റേത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. എക്സാമ്പിൾ ക്രൈസോഫൈറ്റിന്റെ ഏതാ മക്കളെ പറഞ്ഞേ? ഡയാറ്റംസ് ഗോൾഡൻ ആൽഗെ, ഡൈനോഫ്ലജെല്ലെ ഗോണിയോലെക്സ്, യുഗ്ലിനോയിഡ് യുഗ്ലീന, ലാസ്റ്റ് വൺ സ്ലൈമോയിഡ് ഫൈസാരം. സെൽവാള് ക്രൈസോഫൈറ്റ എന്താ? സെൽവാൾ എന്താ? സിലിക്കേഷ്യസ് ആണ്. പിന്നെ മക്കളെ ഡൈനോഫ്ലജെല്ലെ എന്ന് പറയുന്നത് സെല്ലുലോസിക് ആണ്. മറ്റൊരു 2 പേർക്കും സെൽവാൾ ഇല്ല. നമ്മുടെ യുഗ്ലിനോയിഡ്സ് പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ നോക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കേ മക്കളെ, ഇനി നമ്മൾ ഓരോന്നായിട്ട് പറയാൻ പോവാണ്. ക്രൈസോഫൈറ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രൈസോഫൈറ്റ് മക്കളെ മറൈൻ ആണ്, ഫ്രഷ് വാട്ടർ ആണ്. അതിന്റെ എക്സാമ്പിൾ ഡയാറ്റംസ് ആണ്. അവർക്ക് എന്താ? സിലിക്കേഷ്യസ് സെൽവാൾ. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടത്. എന്താ മക്കളെ? സിലിക്കേഷ്യസ് സെൽവാൾ. അതായത് ഈ ക്രൈസോഫൈറ്റിന്റെ സെൽവാൾ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ഇതിന് മരിക്കുന്ന സമയത്ത് ഇത് ഓൾറെഡി ഫ്രഷ് വാട്ടർ മറൈനാന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കടലിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതിൻ്റെ സെൽവാൾ അടിഞ്ഞു കൂടും. അതെന്ത് ചെയ്യൂല? നശിച്ചു പോകൂല. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതിങ്ങനെ മരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സെൽവാൾ ഇങ്ങനെ അടിഞ്ഞു കൂടി ഒരു
കുന്നുപോലെ വരും എവിടെ മറൈനിൽ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഡയാറ്റംസ് എർത്ത്. ഡയാറ്റംസ് എർത്ത് എന്ന് പറയും. സിലിക്കേഷ്യസ് വാളാണ് ഗോൾഡൻ ആൾക്കാർ നമ്മൾ പറയും ഡയാറ്റംസ് എർത്ത് എന്ന് പറയും. എന്താ പറയാ മക്കളെ? ഡയാറ്റമസ് എർത്ത് എന്ന് പറയും. ഈ ഡയാറ്റംസ് ഒരു സിലിക്കേന്റെ വാൾ ഇങ്ങനെ എന്ത് ചെയ്യും? അക്വാട്ടിക്കിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി ഡയാറ്റമസ് എർത്ത് ആയിട്ട് മാറും. അപ്പൊ അത് നമുക്ക് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പോളിഷിങ്, ഈ ഒരക്കടലാസ് കണ്ടാൽ ഭയങ്കര ഒരയായിരിക്കും ഈ സിലിക്കക്ക്. നമ്മൾ ഈ ഒരക്കടലാസ് കണ്ടിട്ടുണ്ട്, പെയിന്റ് അടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരക്കടലാസ്, ആ പോളിഷിങ്ങിന് വേണ്ടി നമ്മളിത് യൂസ് ചെയ്യും. പിന്നെ മക്കളെ നമ്മൾ സിറപ്പൊക്കെ ഫിൽട്ടർ ചെയ്യാൻ അരിപ്പ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാ ഇമ്പോർട്ടൻറ്റ് യൂസേജ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ മക്കളെ? പറഞ്ഞേ, പോളിഷിങ് എന്തിന്റെ യൂസേജാ? നമ്മുടെ സിലിക്കേന്റെ ആ ഒരു സിലിക്കേഷ്യസ് എർത്ത് അല്ലെങ്കിൽ ഡയാറ്റമസ് എർത്തിന്റെ യൂസേജ് ആണ് പറയുന്നത്. പോളിഷിംഗ് ഉണ്ട്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ക്രൈസോഫൈറ്റ് ആണ് അക്വാട്ടിക്കിലെ മെയിൻ ആയിട്ടുള്ള എന്തെന്ന് പറഞ്ഞാൽ മക്കളെ, മെയിൻ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രൈസോഫൈറ്റ് ആണ്. ഇത്രയും ക്രൈസോഫൈറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഓക്കെ ആണോ? ക്രൈസോഫൈറ്റിന് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താ? അതിന്റെ ഡയാറ്റമസ് എർത്ത് ആണ്. അതിന്റെ യൂസേജ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്തെങ്കിലും സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സിറപ്പിന്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ടും പിന്നെ എന്താ മക്കളെ പോളിഷിങ്ങിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ആരെ? നമ്മുടെ ക്രൈസോഫൈറ്റിന്റെ ആ സിലിക്കേഷ്യസ് എർത്തിനെ. അത് സിലിക്ക ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കുറേ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാൽ ഒരു ഡയാറ്റമസ് എർത്തായിട്ട് മാറും. പിന്നെ മക്കൾ ഇവിടെ ഒരു പോയിന്റ് പറയാൻ മറന്നു. ഇത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്രൈസോഫൈറ്റ് ഒരു സോപ്പ് പെട്ടീനെ പോലെയാണ് കാണാൻ. ഓക്കെ, എന്താണ്? ഒരു സോപ്പ് പെട്ടീനെ പോലെയാണ് നമ്മുടെ ഡയറ്റംസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുന്നത്? ട്രൂ പ്രൊഡ്യൂസേഴ്സ് ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ മെയിൻ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആരാണ്? ക്രൈസോഫൈറ്റ് ആണ്. ഓക്കെ ആണോ? അടുത്ത മക്കളെ ഡയനോഫ്ലജെല്ലെ. എന്താണ് ഡയനോഫ്ലജെല്ലെ എന്ന് പറഞ്ഞാൽ? 2 ഫ്ലജെല്ലെ കാണുന്നതാണ് ഡയനോഫ്ലജെല്ലെ എന്ന് പറയുന്നത്. നമ്മൾ എന്താ, അതായത് ഇങ്ങനെ ഒരു ഡയനോഫ്ലജെല്ലെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സെല്ലുലോസിക് പ്ലേറ്റ് ഉണ്ടാവും. ഡയനോഫ്ലജെല്ലിന്റെ പിക്ചറാണ്. ഇങ്ങനെ സെല്ലുലോസിക് പ്ലേറ്റ് ഉണ്ടാവും. ഈ സെല്ലുലോസിക് പ്ലേറ്റിന്റെ ഇടയിൽ കൂടെ എന്തുണ്ടാവും മക്കളെ? 2 ഫ്ലജെല്ല ഉണ്ടാവും. ഒന്ന് ഏതാ? ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജെല്ലയും രണ്ടാമത്തത് ട്രാൻസ്വേഴ്സ് ഫ്ലജെല്ലയും. അതാണ് ഡയനോഫ്ലജെല്ല എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് 2 ഫ്ലജെല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ഫ്ലജെല്ല. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത് വന്നത്? ഡയനോഫ്ലജെല്ലെ വന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ഡയനോഫ്ലജെല്ലെ നമ്മൾ നേരത്തെ ആ കമ്പാരിസണിൽ എന്തൊക്കെയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അത് ഫ്രഷ് വാട്ടറിലാണ്, അതിന്റെ ബോഡി സെല്ലുലോസ് ആണ്. അതിന്റെ എക്സാമ്പിൾ എന്താ മക്കളെ? ഗോണിയോലെക്സ്. റെഡ് ഡയനോഫ്ലജെല്ലെ. അതായത് ഡയനോഫ്ലജെല്ല റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. പക്ഷെ റെഡ് ഡയനോഫ്ലജെല്ലിന്റെ പേരാണ് ഗോണിയോലെക്സ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ മക്കൾ ഇതിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റെഡ് ഡയനോഫ്ലജെല്ല എന്ത് ചെയ്യുന്നറിയോ? ഒരു റെഡ് കളറിലുള്ള ഒരു സാധനം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നമ്മുടെ വലിയൊരു മറൈൻ്റെ അകത്ത് ഒരൊറ്റ ഡയനോഫ്ലജെല്ല, ഇതൊരു മൈക്രോ ഓർഗാനിസം ആണ്. ഒരു റെഡ് കളർ എന്തെങ്കിലും ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച എന്തെങ്കിലും നമുക്കറിയോ? വലിയൊരു മറൈൻ്റെ അകത്ത് അല്ലെങ്കിൽ വലിയൊരു കടലിൻ്റെ അകത്ത്. പക്ഷെ ചില സമയത്ത് ഈ ഡയനോഫ്ലജെല്ലെ മാസ്സായിട്ട് അത്രയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? റെഡ് കളറുള്ളൊരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആ റെഡ് ടൈഡായിട്ട് തോന്നും, അല്ലെങ്കിൽ ചുവപ്പ് കളറിലുള്ള കടലായിട്ട് നമുക്ക് തോന്നും. സോ ഇതിനെ നമ്മൾ റെഡ് ടൈഡ് എന്ന് വിളിക്കും. അതാണ് ഇവിടെ അടുത്ത പോയിന്റ് പറയുന്നത്. എന്താ പറയുന്നത്? ക്യാൻ കോസ് റെഡ് ടൈഡ്. എന്താണ് റെഡ് ടൈഡ് എന്ന് പറഞ്ഞാൽ? ഈ ഡയനോഫ്ലജെല്ലെ മാസ്സായിട്ട് റെഡ് കളർ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റെഡ് ടൈഡ് എന്ന് പറഞ്ഞാൽ. അത് ഈ അക്വാട്ടിക് ഓർഗാനിസത്തിന് എന്താണ്? ടോക്സിക് ആണ്. അക്വാട്ടിക് ഓർഗാനിസത്തിന് ടോക്സിക് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഡയനോഫ്ലജെല്ലിന്റെ റെഡ് ടൈഡ്. ഇതാണ് ഇവിടുന്ന് വരുന്ന ചോദ്യം. റെഡ് ടൈഡ് ആരാണ് ഉണ്ടാക്കുന്നത്? ആരാണ്? നമുക്കറിയാം ഡയനോഫ്ലജെല്ലെ. റെഡ് ഡയനോഫ്ലജെല്ലയെ ഗോണിയോലെക്സ് ആണ് ഉണ്ടാക്കുന്നത്. ഡയനോഫ്ലജെല്ലെ കഴിഞ്ഞ് എളുപ്പല്ലേ? അപ്പൊ എന്താ വിളിച്ച്? ക്രൈസോഫൈറ്റ് പറഞ്ഞു, ഡയനോഫ്ലജെല്ലെ പറഞ്ഞു. അടുത്ത യുഗ്ലിനോയിഡ്. ഒന്നുമില്ല. യുഗ്ലിനോയിഡ്സ് ഓക്കെ, നമ്മൾ യുഗ്ലിനോയിഡ് എവിടെ കാണുന്ന മക്കളെ പറഞ്ഞ? സ്റ്റാഗ്നന്റ് ഫ്രഷ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് യുഗ്ലിനോയിഡ്സ് കാണപ്പെടുന്നത്. ഈ യുഗ്ലിനോയിഡ്സിന് എക്സാമ്പിൾ എന്താ മക്കളെ? യുഗ്ലീനയാണ്. അതിന് സെൽ വാൾ ഇല്ല, പകരം ഒരു പ്രോട്ടീനേഷ്യസ് ലെയർ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെല്ലിക്കിൾ. പെല്ലിക്കിൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനേഷ്യസ് ലെയർ ഉണ്ട്. ഇവിടെ മക്കളെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഈ യുഗ്ലിനോയിഡ്സ് പകൽ മാന്യന്മാരാ. എന്താടാ പകൽ മാന്യന്മാർ എന്ന് പറഞ്ഞാൽ?
അതായത് ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ്, അതായത് ഇവർ മിക്സോട്രോപിക് ന്യൂട്രീഷൻ കാണിക്കും. ദാറ്റ് മീൻസ് പകൽ സമയം ലൈറ്റിന്റെ പ്രസൻസിൽ ഇവർ എന്തായിരിക്കും, വലിയ ആൾക്കാരെ പോലെ അതായത് ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡൊക്കെ ഉണ്ടാക്കും. എന്നാൽ രാത്രി ആയാൽ ഇവർ എന്ത് ചെയ്യും? പ്രിഡേഷൻ ആണ്. രാത്രി ഇങ്ങോട്ടായ അവരെന്ത് ചെയ്യും മക്കളെ? ഇര പിടിച്ച് തിന്നു കളയും. മനസ്സിലായോ? അത് നമ്മളൊരു പകൽ മാന്യന്മാരെന്ന് പറയാൻ കാരണം മിക്സോട്രോപിക് ന്യൂട്രീഷൻ ആണ് ആരെന്ന് പറഞ്ഞാൽ ഈ യുഗ്ലിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അവർ പകൽ സമയത്ത് ഫോട്ടോസിന്തറ്റിക്കും, നൈറ്റ് ആയാൽ അവരെന്താ ചെയ്യാം? ഹെറ്ററോട്രോപ്പാണ്, അല്ലെങ്കിൽ പ്രിഡേറ്ററി അറ്റ് നൈറ്റ്, രാത്രി ഇരപിടിയന്മാരാണ്. അതുകൊണ്ടാണ് ഇവർ നമ്മൾ പകൽ മാന്യന്മാർ പറയും, അല്ലെങ്കിൽ മിക്സോട്രോപിക് ന്യൂട്രീഷൻ എന്ന് പറയും. ഓക്കെ, ഇതുമാണ് യുഗ്ലിനോയിഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ബോഡി ഫ്ലെക്സിബിൾ ആണ്, ഫ്ലെക്സിബിൾ ബോഡി വിത്ത് ഫ്ലജെല്ല അറ്റ് ദി ടിപ്പ്. ടിപ്പിൽ ഫ്ലജെല്ല ആയതുകൊണ്ടാണ് ഫ്ലെക്സിബിൾ ബോഡി ആവുന്നത്. കൂടാതെ പെല്ലിക്കിൾ എന്ന് പറഞ്ഞ പ്രോട്ടീനേഷ്യസ് ലെയറും ഉണ്ട്. കഴിഞ്ഞ് യുഗ്ലിനോയിഡ്സ് കഴിഞ്ഞ്. സോ സിമ്പിൾ. ഇനി ഒന്നും കൂടിയേ ഉള്ളൂ. എന്താ മക്കളെ പറഞ്ഞേ? സ്ലൈം മോഡ്സ് ഒന്നുമില്ലടാ, 3 പോയിന്റ് ആകെ പഠിക്കാനുള്ളൂ. സ്ലൈം മോഡ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാഗ്നന്റ് മാറ്റർ അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിലാണ് ആര് കാണപ്പെടുന്നത്? ഈ സ്ലൈം മോഡ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ സ്ലൈം മോഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എക്സാമ്പിൾ ആണ് ഫൈസാരം. അതിന് സെൽവാൾ ഒന്നും കാണപ്പെടുന്നില്ല. നോ സെൽവാൾ ഒന്നും കാണപ്പെടുന്നില്ല. പക്ഷേ എടാ ഈ നമ്മുടെ സ്ലൈം മോഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫേവറബിൾ കണ്ടീഷൻ ആയാൽ, എന്താ മക്കളെ? ഫേവറബിൾ കണ്ടീഷൻ ആയാൽ അത് കുറേ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫേവറബിൾ കണ്ടീഷനിൽ കുറേ ഡിവൈഡ് ചെയ്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ട് സ്ട്രക്ചർ ആയിട്ട് മാറും. മൾട്ടിപ്പിൾ ഫിഷൻ നടക്കും. എന്ത് മക്കളെ? ഫേവറബിൾ കണ്ടീഷനിൽ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡിയം. എന്താ വിളിക്കുക? പ്ലാസ്മോഡിയം. ഫേവറബിൾ കണ്ടീഷൻ അവർ പ്ലാസ്മോഡിയം ഫോം ചെയ്യും. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷൻ ആയാൽ അവരെന്ത് ചെയ്യും? ചെറിയ സ്പോർ ഫോം ചെയ്യും. ആ ഫേവറബിൾ കണ്ടീഷനിൽ കുറേ പെറ്റ് പെരുകിയിട്ട് പ്ലാസ്മോഡിയം ആവും. അൺഫേവറബിൾ ആയ എന്ത് ചെയ്യും? ഒരു മൂലക്ക് പോയിരിക്കും, സ്പോർ ഫോം ചെയ്യും. ഇത്രയേ സ്ലൈം മോഡ്സിനെ കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ ആണോ? സെൽവാളില്ല, സ്റ്റാഗ്നന്റ് വാട്ടർ അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ്ങിന് കാണപ്പെടുന്നു. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് ആണ് പറയാനുള്ളത്. ഏത് മക്കളെ? നമ്മുടെ സ്വന്തം പ്രോട്ടോസോവൻസ്. ഈ പ്രോട്ടോസോവൻസ് എങ്ങനെയാണെന്ന് അറിയടാ? നമുക്ക് പണി തരുന്ന ആളാണ് ഈ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അവർ കുറച്ച് പാത്തോജനിക്കാണ്. ആ പ്രോട്ടോസോവൻസ് നമുക്ക് കുറച്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ മക്കളെ പ്രോട്ടോസോവൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? ഒന്നാമത്തതാണ് ഏത്? അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സ്പോറസോവൻ, പിന്നെ ഒന്ന് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. ഇതിൽ അമീബോയിഡ് പ്രോട്ടോസോവൻ എന്ന് പറഞ്ഞാൽ, എടാ അമീബേനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് അമീബ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയുള്ളൊരു ഓർഗാനിസമാണ് അമീബ. അതിന്റെ ലോക്കോമോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂഡോപോഡിയ. അപ്പൊ ഇവരെ ലോക്കോമോഷന്റെ ബേസിസിലാണ് ഇവരെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെ? അമീബോയിഡ്, ഫ്ലജല്ലേറ്റഡ്, സ്പോറസോവൻ, സീലിയേറ്റഡ്. അപ്പൊ ഈ അമീബോയിഡ് പ്രോട്ടോസോവൻ പ്രസൻസ് ഓഫ് സൂഡോപോഡിയ, അതിന്റെ എക്സാമ്പിൾ ആണ് അമീബ ആൻഡ് എൻറ്റമീബ. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് അധികം മാച്ച് ദി ഫോളോയിങ് ആയിട്ടാണ് ചോദിക്കുക. അമീബോയിഡ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലോക്കോമോഷൻ. കിട്ടിയോ? അമീബോയിഡ് പ്രോട്ടോസോവൻ അല്ലെങ്കിൽ അമീബോയിഡ് പ്രോട്ടോസോവന്റെ ലോക്കോമോഷൻ ആണ് സൂഡോപോഡിയ. എക്സാമ്പിൾ അമീബയും എൻറ്റമീബയും. എളുപ്പല്ലേ? രണ്ടാമത്തെ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ഫ്ലജല്ലേറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഫ്ലജല്ല കാണപ്പെടും. അപ്പൊ ഈ ഫ്ലജല്ലയാണ് അതിന്റെ ലോക്കോമോട്ടറി ഓർഗൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മക്കളെ ട്രിപ്നോസോമ. ട്രിപ്പ് പോകുന്ന ആലോചിക്കുക. ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ നല്ല ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ വാല് പോലത്തെ ഫ്ലജല്ലയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ നമ്മൾ ട്രിപ്പ് പോകുക. അത് ചിന്തിക്കുക. ട്രിപ്നോസോമയാണ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിൾ. അത് സ്ലീപ്പിംഗ് സിക്നെസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാക്കും. മൂന്നാമത്തെ മക്കളെ സ്പോറസോവ. ഈ സ്പോറസോവ എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ പ്ലാസ്മോഡിയമാണ് സ്പോറസോവൻക്ക് എക്സാമ്പിൾ. ഈ പ്ലാസ്മോഡിയമാണ് നമുക്ക് മലേറിയ എന്ന് പറഞ്ഞ അസുഖം പരത്തുന്നത്. ഒരു മലേറിയൻ പാരസൈറ്റ് ആണ് ആരെന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ. അത് എക്സാമ്പിൾ ആരതാ മക്കളെ? സ്പോറസോവന്റെ എക്സാമ്പിൾ ആണ് ഏതെന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം. അപ്പം അമീബോയിഡിന്റെ എക്സാമ്പിൾ ഏതാ മക്കളെ? അമീബ, എൻറ്റമീബ. ഫ്ലജല്ലേറ്റഡിന്റെ എക്സാമ്പിൾ ഏതാ? ഫ്ലജൽ അല്ലെങ്കിൽ ട്രിപ്നോസോമ. സ്പോറസോവയുടെ എക്സാമ്പിൾ ഏതാ? പ്ലാസ്മോഡിയം. ഓക്കെ ആണോ? ദെൻ ലാസ്റ്റ് ഏതാ മക്കളെ? സീലിയേറ്റഡ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഇതിൽ കുറെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറഞ്ഞാൽ സീലിയാണ്. എന്താ മക്കളെ? ഇതാണ് പാരമീസി എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെ കുറെ സീലി അതിന്റെ ബോഡിയിൽ കാണപ്പെടും. ഈ സീലിയ യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക? ലോക്കോമോഷൻ ചെയ്യുക. അതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. എക്സാമ്പിൾ ഏതാ മക്കളെ? പാരമീസിയം.
ഓക്കെ, സീലി, ഓവർ ദി ബോഡി, ഹെൽത്ത്, ലോക്കോമോഷൻ. അപ്പോൾ 4 ടൈപ്പിലുള്ളത് പറഞ്ഞ് ഏതൊക്കെ? അമീബോയിഡ്, ഫ്ലജല്ലേറ്റഡ്, സ്പോറസോവൻസ്, സീലിയേറ്റഡ്. അപ്പോൾ ഓർഗാനിസം എഴുതുക, അതിൻ്റെ ലോക്കോമോഷൻ, അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ ആണോ? ഇതോട് കൂടി നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, കിങ്ഡം പ്രോട്ടിസ്റ്റ. ഓക്കെ ആണോ? അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റർ എന്തൊക്കെയാ മക്കളെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് റീകോൾ ചെയ്യുക. ആദ്യം തന്നെ കിങ്ഡം പ്രോട്ടിസ്റ്ററിന് പ്രത്യേകമായിട്ടൊരു ന്യൂട്രീഷൻ അവർക്കില്ല. മിക്സഡ് ആണ്, ഓട്ടോട്രോപ്പിക് ആണ്, എറ്റോട്രോപ്പിക് ആണ്, സാപ്രോഫൈറ്റ് ആണ്, യൂണിസെല്ലുലാർ ആണ്, അക്വാട്ടിക് ആണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ അവർ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫിക്കേഷൻ പറഞ്ഞ ആദ്യം എന്താ? ക്രൈസോഫൈറ്റ്. രണ്ടാമത് എന്താ? ആരാ കരഞ്ഞ്? ഡയാന, ഡയനോഫ്ലജല്ലേ. എന്തിനു വേണ്ടിയാ കരഞ്ഞ്? ഗ്ലൂവിന് വേണ്ടി. യുഗ്ലിനോയിഡ്സ്. എന്തിനാ ഗ്ലൂ? പശി ഒട്ടിക്കാൻ. സ്ലൈമോഡ്സ്, ദെൻ സ്പോറോസോവൻസ്. ഓക്കെ, ഈ സ്പോറോസോവൻസ് വീണ്ടും ക്ലാസിഫൈ ചെയ്തു. എന്തിന്റെ ബേസിൽ? അതിന്റെ ലോക്കോമോഷന്റെ ബേസിൽ. അമീബോയിഡ്, ഫ്ലജല്ലേറ്റഡ്, പിന്നെ ഏതാ മക്കളെ? സീലിയേറ്റഡ്, പിന്നെ ഏതാ? സ്പോറോസോയിഡ്. ഇങ്ങനെ 4 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ക്രൈസോഫൈറ്റിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താ? ക്രൈസോഫൈറ്റിന്റെ എക്സാമ്പിൾ ആണ്. ക്രൈസോഫൈറ്റിന്റെ എക്സാമ്പിൾ ഡയാറ്റംസ് എന്ന് പറയും. ഇവർക്ക് സിലിക്കേഷ്യസ് ബോഡിയാണ്. സോ സിലിക്കൺ ഡെപ്പോസിഷൻ മില്യൺസ് ഇയർ ആയിട്ട് ഇങ്ങനെ മറൈനിൽ ചെയ്ത് ഒരു ഡയാറ്റമസ് എർത്ത് ഫോം ചെയ്യും. അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? പോളിഷിങ്ങിന് വേണ്ടിയിട്ടും പിന്നെന്താ സിറപ്പൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി? ഫിൽട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഡൈനോഫ്ലജല്ല 2 ഫ്ലജല്ല കാണപ്പെടും. അതിന് എക്സാമ്പിൾ ആണ് ഗോണിയോലെക്സ്. അവർ റെഡ് ടൈഡ് ഉണ്ടാക്കും. അത് ഓർഗാനിക്സിനൊക്കെ എന്താണ് ടോക്സിക് ആണ്. യുഗ്ലിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേക സെൽവാള് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പ്രോട്ടീനേഷ്യസ് ബോഡിയാണ്. അവർ സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് കാണുക. അവർ ആരാണ് മക്കളെ? പകൽമാന്യന്മാർ. സോ മിക്സോട്രോപ്പിക് ന്യൂട്രീഷൻ ആണ്. പകൽ സമയത്ത് ഫോട്ടോസിന്തറ്റിക്കും, നൈറ്റിൽ എന്താ മക്കളെ? പ്രിഡേറ്റേഴ്സുമാണ്. ദെൻ ലാസ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞ? പ്രോട്ടോസോവൻസ് അല്ല, ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്ലൈമോഡ്സ് ആണ്. സ്ലൈമോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സ്റ്റാഗ്നന്റ് വാട്ടറിൽ കാണുന്നതാണ്. അവർക്ക് സെൽവാൾ ഒന്നുമില്ല. അവർ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞൊരു, അതായത് ഫേവറബിൾ കണ്ടീഷനിൽ കുറേ ഡിവൈഡ് ചെയ്ത് പ്ലാസ്മോഡിയം ഉണ്ടാക്കും. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോറായിട്ട് ഫോം ചെയ്യും. പിന്നെ പ്രോട്ടോസോവൻസ് പറഞ്ഞു. പ്രോട്ടോസോവൻസ് അമീബോയിഡ് എന്ന് പറഞ്ഞാൽ സൂഡോപോഡിയാണ്, ലോക്കോമോട്ടറി ഓർഗൻ. എക്സാമ്പിൾ എമീബ, എൻറ്റമീബ. ഫ്ലജല്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫ്ലജല്ലയാണ്. അതിന് എക്സാമ്പിൾ ട്രിപ്നോസോമ. സ്പോറോസോവൻസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം ആണ്. അതിൻ്റെ പാരസൈറ്റിക് ഫോമാണ്. മലേറിയ നമുക്ക് ഉണ്ടാക്കും. ലാസ്റ്റ് വൺ സീലിയേറ്റഡ് ആണെങ്കിൽ ഏതാ മക്കളെ? പാരമീസിയം. സീലിയാണ് ഇതിന് ലോക്കോമോഷൻ. ഇത്രയുമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. എളുപ്പല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, എല്ലാവരും വൃത്തിക്ക് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഓക്കെ, താങ്ക് യു.